ആ ചടങ്ങിൽ പങ്കെടുത്ത പട്ടികജാതി പെൺകുട്ടികൾക്ക് പൊട്ടിച്ചെറിയുകയും ചെയ്ത കഥയും കേരളീയ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നവോത്ഥാന ചരിത്രമുള്ള പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കേരളം. ആ മണ്ണിൽ 57 EM ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് വരുന്നതോടുകൂടി നവോത്ഥാനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. EMSന്റെ ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക ബന്ധ നിയമമാണെന്നാണ് എല്ലാവരും പറയുക. ഞാൻ അതല്ല പറയുക, വരുമോ വിദ്യാഭ്യാസമില്ല. കാർഷിക ബന്ധ നിയമം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവന് ഒരു വീടായി, ഒരു പറമ്പായി, ഒരു 10 സെന്റ് ഭൂമിയായി, അതിന്റെ ഭാഗമായി കുടിയടപ്പവകാശത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി 10 സെന്റ് കിട്ടി അവന് ചേമ്പ് നടാനും അതേമാതിരി വാഴ നടാനും അവന് അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ടായി. പക്ഷെ അതുകൊണ്ട് മാത്രം അവന് വികസിക്കാൻ കഴിയില്ലെന്ന് EMS അറിയാം. ഈ 10 സെന്റ് കൊണ്ട് അവന് വികസിക്കാൻ കഴിയില്ല. 10 സെന്റ് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഭൂമിയുമല്ലെന്നറിയാം. പക്ഷെ ആദ്യം ഒന്നുമില്ലാത്തവൻ ഈ ഭൂമി കൊടുത്ത് രണ്ടാമതെന്ത് വേണം? അവന് വളരാൻ വേണ്ടി നാരായണീയ സിദ്ധാന്തം പറയുന്ന പോലെ എന്താ പറയുന്നത്? വായിച്ചു വളരുവിൻ. നാരായണ ഗുരുവിന് വിദ്യ കൊണ്ടാണ് നിങ്ങൾ വലുതാവേണ്ടത്. നാരായണ ഗുരു പറഞ്ഞു. അതുകൊണ്ടത് വേണം. നാരായണ ഗുരുദേവൻ തന്നെ ആദ്യം ഈ പാവങ്ങളായ ഈഴവ സമൂഹത്തിന് അമ്പലത്തിൽ കിടക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 1888 ശിവപ്രതിഷ്ഠ നടത്തി. ആ ശിവപ്രതിഷ്ഠ നടത്തി അന്ന് കുമ്പയും കുടയൊക്കെ കുലുക്കി നമ്പൂരിമാരെ വന്ന് ചോദിച്ചു, ഇവിടെ ആരാ ഒരു നാരായണൻ ശിവനെ പ്രതിഷ്ഠിച്ചല്ലോ, ആരാവൻ? നാരായണ ഗുരുവും ഞാനാണ്. തനിക്ക് ശിവനെ പ്രതിഷ്ഠിക്കാനെന്തോ അവകാശം? പുണ്യാസം എവിടെ? കിണ്ടിയിൽ വെള്ളം എവിടെ? ചന്ദനം എവിടെ? നിങ്ങൾ തളിക്കേണ്ടതുള്ള എല്ലാ ഭസ്മം എവിടെ? കത്തിക്കാനുള്ള കർപ്പൂരം എവിടെ? നിങ്ങളുടെ ചടങ്ങ് എവിടെ? ആര്യഗോത്രം മറ്റു ഇതുകളെവിടെ? നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് ചെയ്യാന്ന് വെച്ചപ്പോഴോ നാരായണ ഗുരു പറഞ്ഞു, അതിനെന്താ പ്രശ്നമില്ല, ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ശിവനെയല്ല, ഈഴവ ശിവനെയാണ്. ഒരു ഈഴവശിവനാണ്. അവരെ കണ്ടുനോക്കി അദ്ദേഹം ശിവലിംഗമാണ് എല്ലാവരും പ്രതിഷ്ഠിക്കാറ്. നാരായണ ഗുരു പുഴയിലെങ്കിലും മുങ്ങിയിട്ട് കല്ല് കിട്ടി, അതാണ് വെച്ചു. ശിവപ്രതിഷ്ഠ നാരായണ ഗുരുവിന്റേതാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? നമ്മുടെ കേരളീയ സമൂഹത്തിൽ നാരായണ ഗുരു ആദ്യം ഈ പാവപ്പെട്ടവൻ അമ്പലത്തിൽ പോവാൻ കൊതി വന്നപ്പോഴാണ് ഉണ്ടാക്കിയത്. ശിഷ്യന്മാർ ചോദിച്ചു നാരായണ ഗുരുവിനോട്, ഗുരു അമ്പലത്തെ ആയി, ഇനി പൂജാരി വേണമോ? പൂജാരിക്ക് നമുക്കൊരു പൂജ ചെയ്യാനൊന്നും അറിയില്ല, നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണിയല്ലേ അറിയുള്ളൂ. ഗുരു പറഞ്ഞു, നീ മലയാളത്തിൽ പൂജിച്ചാൽ മതി. മലയാളത്തിൽ പൂജിച്ചാൽ മൂപ്പർക്ക് മനസ്സിലാവൂ ദൈവത്തിന്? അപ്പൊ പറഞ്ഞു, ദൈവം എന്ന് പറയുന്നത് സംസ്കൃത സർവകലാശാലക്കാരെ വൈസ് ചാൻസലറല്ല. ദൈവം സകല ചരാചരങ്ങളിലും അണ്ടകടാകങ്ങളിലും പക്ഷിമൃഗാദികളിലും സസ്യജനാദികളിലും പുഴയിലും പുഴുവിലും പൂവിലും വളരുന്ന വെള്ളത്തിലും ആകാശത്തിലും നീലനിറത്തിലും മഴവില്ലിലും വച്ചയിലും എല്ലാത്തിലും കാണുന്ന ഈ പറന്നു പോകുന്ന കിളിയുടെ തൂവൽ കൊഴിഞ്ഞാൽ തൂവലിൽ കൊടിയുന്ന അംശാന്ത ബിന്ദുക്കളിൽ പോലും അർപ്പിതമാകുന്ന കൊച്ചടയാളമാകുന്ന ആത്മാവിനകത്തും പരമാത്മാവായി പ്രഘോഷിതരാകുന്ന ആളിന്റെ പേരാ ദൈവം. നീ പേടിക്കേണ്ട, നീ ധൈര്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞ ദൈവമേ ദൈവമേ. പക്ഷെ പോയിട്ടത് അപ്പൊ അവരും സംസ്കൃതത്തിലായി. കല്യാണത്തിനും മരണത്തിലൊക്കെ പൂജാരി വന്നിട്ട് 1.5 മണിക്കൂർ സംസ്കൃതം. ആയിക്കോട്ടെ, ഞാൻ ഇതിലൊന്നും എതിർക്കണമെന്നില്ല. മനുഷ്യനിപ്പോ എന്തെല്ലാം ചെയ്യുന്നു. 4 അമ്പലം, ഈ അടുത്ത കാലത്തിലെ 4 അമ്പലം, എല്ലാ അമ്പലത്തിലും പോവാണ്. സ്വരം ശബ്ദിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ഓടുന്നുണ്ട്. പിന്നെ പുണ്യാഹം, ഗണപതി ഹോമം, പിന്നെ ചരട് കെട്ടൽ, പിന്നെന്തൊക്കെയുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യന്റെ ഹൈന്ദവാചാരങ്ങൾക്ക് കാവടിയാട്ടം, അതേമാതിരി പൂയം, തൈപ്പൂയം, അതിനൊന്നും നമ്മൾ എതിരല്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ജൈവബോധങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല. ഇപ്പൊ പോയി ചേർക്കട്ട് ഭൂതം ചെലുത്താൻ, അതേമാതിരി കൈവശം കൂടോത്രം 1-ാം തീയതി ആവില്ല. 1-ാം തീയതി കയറി തുടങ്ങി. ഞാൻ ആലോചിക്കുന്നത് എന്റെ ചെറുപ്പകാലത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ 1-ാം തീയതി കയറാൻ ആളുകൾ നിശ്ചയിച്ചേക്കാണ്. ഓരോ വീട്ടിലും 1-ാം തീയതി കയറാൻ ആളെ വിളിക്കും. എന്റെ മോളെ ഒരു അയലക്കത്തെ കൊണ്ടുപോകും കാലത്ത് വെളുപ്പിനൊന്നുകൊണ്ട് 1-ാം തീയതി കയറാം. അപ്പൊ ഞാൻ ചെറുതറും അവൾ 1-ാം തീയതി കയറിയ ശേഷം വീട്ടിൽ സകല സമ്പന്നതയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ എത്യോപ്യയിലേക്ക് വിടാം, പട്ടിണിയാവോ? സോമാലിയ, എത്യോപ്യ. ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ 24 മണിക്കൂർ ജീവിക്കുന്നവളാണ് അവൾ. ഇവിടെ ഒരു വെച്ചോല്ല. ആളുകൾ കൊണ്ടുപോകാൻ 1-ാം തീയതി ഗണപതി ഹോമം, ഗണേശോത്സവം. ഗണേശൻ വന്നിട്ട് 15 കൊല്ലമായിട്ടില്ല കേരളത്തിൽ. ഇതെല്ലാം വന്നാൽ എന്താ പ്രത്യേകത? ഇതെല്ലാം വന്നാൽ നവോത്ഥാനത്തിന്റെ തകർച്ചയുടെ ഈറ്റില്ലം വരികയാണ്. ഇതെല്ലാം വന്നാൽ എന്താ പ്രത്യേകത? മലയാള മനോരമ ഒരു വീട്ടിൽ 25 ദിവസം ഇട്ടാൽ അതിനർത്ഥം 15 ദിവസം അവിടെ ഏറ്റാനി വന്നു എന്നാണ്.
മനസ്സിലായി? മലയാളന്മാർ 20 ദിവസത്തെ പാട്ട് സെക്കൻഡ് കൊണ്ട് വീഴുന്നതാണ്. അന്നൊന്നും മനസ്സിലായിട്ടൊന്നല്ല. പക്ഷേ മനോരമ പോലെ തന്നെ ഇത്തരം ദുരാചാരങ്ങൾ, മനുഷ്യന് ആചാരം വേണം, ദുരാചാരങ്ങൾ വന്നാൽ സംഘപരിവാർ അവിടെ വരുന്നു എന്നാണ്. സംഘപരിവാർ അവിടെ വരാൻ ഈ ദുരാചാരങ്ങളുടെ നൂലിഴപ്പഴുതിലൂടെയാണ് വരിക. സംഘപരിവാർ വരുന്നത് നമ്മൾ കാണുന്നില്ല. സംഘപരിവാർ ആരാ? ഹൈന്ദവനല്ല. സംഘപരിവാർ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ആചാരങ്ങളുടെ ആളല്ല. സംഘപരിവാർ പട്ടിണിക്കാരന്റെ ആളല്ല. കേരളത്തിൽ 1927 വിജയദശമി നാളിലാണ് RSS രൂപീകരിക്കുന്നത്. കേരളത്തിൽ 1926 വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിക്കുന്നുണ്ട്. കേരളത്തിൽ 1925 ഏത് ലാഹോർ സമ്മേളന കാലഘട്ടം, അതൊരു നവോത്ഥാന കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ. ഈ രാമസ്വാമി നായ്ക്കർ പറഞ്ഞതും ഇവിടെ ചെറായി സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇവൻ വരുന്നത്. RSS ആ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ എന്താ സമരം തുടങ്ങി? ഇവിടെ ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം, അങ്ങനെ മറ്റേ കുട്ടനാടിൽ കർഷകത്തൊഴിലാളികളുടെ കലാപം നടക്കുന്നു, മുല മുറിച്ചെറിയുന്ന ചിരിതമാരുണ്ടാകുന്നു, മുരുക്കന്മാർക്കെതിരായി പതുക്കെ സമരം ആരംഭിക്കുന്ന കുട്ടനാട്, മുരുക്കന്റെ ദയാദാക്ഷിത്യത്തിനെതിരായി ഒരു ഘട്ടം കഴിയുമ്പോൾ പുന്നപ്പുറ വയലാർ സമരം നടക്കുന്നു. അങ്ങനെ കേരളം ശൂന്യമായി മാറി മുന്നോട്ട് പോവുക. ആ കാലഘട്ടത്തിലും ഇവിടെ RSS ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ മുമ്പ് RSS ഉണ്ടായിട്ട് ചിലർ കളിയാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര പ്രായമായിട്ടും വളരാൻ കഴിഞ്ഞില്ലെന്ന് ചോദിക്കുന്ന ആളാരാ? അതിനേക്കാൾ മുമ്പ് ജനിച്ചോനാ. അതിനേക്കാൾ മുമ്പ് ജനിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്തുകൊണ്ടാണ് വളരാത്തത്? അന്ന് മുരുക്കൻ മുതലാളിക്ക് വേണ്ടി കുട്ടനാട് നെടുമുടി പ്രദേശത്തുള്ള ഭദ്രകാളി അമ്പലത്തിൽ കേന്ദ്രീകരിച്ച് അവർ ചെയ്യുന്ന തൊഴിലാളിക്കെതിരായി അടിക്കാനും മുതിക്കാനും വന്നിരുന്ന ഒരു വിഭാഗമായി മാറുകയാണ് ഈ ക്ഷേത്രസേവാ സംരക്ഷണ സമിതിയായി പിന്നീട് മാറിയ സംഘപരിവാറിന്റെ ആളുകൾ എന്നത് ഞാൻ അവരുടെ ദേഷ്യമുള്ളതുകൊണ്ട് പറയുന്നതല്ല, വസ്തുതയാണ് ഞാൻ പറയുന്നത്. വസ്തുത കൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. സംഘപരിവാർ അവിടെ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ വളർന്നു വന്ന, നേരത്തെ പറഞ്ഞ ഈഴവ സമുദായത്തിന്റെ വളർച്ച ഞാൻ പറഞ്ഞു, ഒരു നവോത്ഥാന പ്രക്രിയയിലൂടെയാണ് വന്നത്. നിർമ്മത നിർദൈവ പ്രസ്ഥാനത്തിലൂടെയാണ് വരുന്നത്. നാരായണ ഗുരുദേവിന്റെ ഉത്ബോധനങ്ങളിലൂടെയാണ് വരുന്നത്. കുമാരനാശാന്റെ സംഗീതവും ഇടപെടലിലൂടെയാണ് വരുന്നത്. ഡോക്ടർ പൽപു അല്ലെങ്കിൽ SNDPയിൽ ഒഴിച്ചുകൂടാൻ പറയാത്ത പേരാണ് SNDPയിലെ ഡോക്ടർ പൽപു എന്ന് പറഞ്ഞാൽ പൽപുവാണ് യഥാർത്ഥത്തിൽ SNDPയെ SNDP ആക്കിയത്. പൽപു വളർന്ന ആളുകളുടെ കൈകളിലൂടെ അത് വളർന്നു വന്നത്. അത് എവിടേക്കാ പോകുന്നത്? എല്ലാവരും പോകാൻ പോകണില്ല. പക്ഷെ കുറച്ചു പേരെങ്കിലും പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പോകുന്ന ആരാ? സംഘപരിവാർ. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ 2ാം ഘട്ടത്തിനെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതെവിടെ ചെന്നതുക്കും ഇതെവിടെ ചെന്നാൽ നമ്മളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് മുതൽ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് അംഗീകരിക്കുന്നത്. കേരളത്തിൽ 50 ലക്ഷത്തിലധികം ഈഴവരുള്ളത് കൊണ്ടാണ് അംഗീകരിക്കുന്നത്. എന്താ ഇവിടെ രൺവീർ സേന, ബീഹാറിലെ രൺവീർ സേനയുടെ അധിപനുമായി ഈ അടുത്ത കാലത്ത് ഒരു ഒളിക്യാമറ ദൃശ്യത്തിലൂടെ അതിന്റെ ആളുകളോട് പത്രക്കാർ ചോദിച്ചു, അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ ദളിതന്മാരെ കൂട്ടമായിട്ട് പോകും. ആരോഗ്യ സഹായിച്ചത് മന്ത്രിമാരായിരുന്ന മുരളി മനോഹർ ജോഷിയും ജസ്വന്ത് സിൻഹയും ഞങ്ങളെ രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ ക്യാമ്പ് സന്ദർശിക്കാറുണ്ടായിരുന്നു. കൊന്നത് പോരായതിന്റെ ഉത്തരവാദിത്വം അവർ പറയുമായിരുന്നു. ഞങ്ങളെ കൊല്ലുവാൻ പ്രേരിപ്പിച്ചതാരാ? കൊല്ലുവാൻ പ്രേരിപ്പിച്ചത് പട്ടാളത്തിൽ ജോലിയുള്ളവരെ വിട്ടാണ്. ദളിതരും ആദിവാസികളുമായ ബീഹാറി ജനതയെ, ചെരുപ്പ് പോലും ഇന്നും വിടാതെ നടക്കുന്ന ബീഹാറി ജനതയെ, അവിടുത്തെ ആദിവാസികളെ കൊന്നത് എന്ന് ഒളിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ 2 ദിവസം പ്രസ്താവിക്കുകയുണ്ട്. ഇങ്ങനെ കൊന്നത് ഈ ദളിത് കുട്ടികളെ കൂട്ടായിട്ട് നിർത്തിയിട്ട് കുന്തം കൊണ്ടത് കുത്തും. ഊക്കനായ ശക്തനായ ഈ ജർബീർ സേറക്കാരൻ ആരാന്നറിയാൻ എങ്ങനെയാ? കുന്തം കൊണ്ട് കുത്തിയാൽ 6ാമത്തെ കുട്ടിയും മരിച്ചാൽ മിടുക്കൻ അവാർഡ്. 6ാമത്തെ കുട്ടിയിലേക്കും കുന്തം കുത്തി കയറിയാൽ മരിച്ചാൽ അവൻ അവാർഡ്. 5എണ്ണത്തിലായാൽ പോരാ, അതിന് വെള്ളിമെഡലുള്ളൂ. രൺവീർ സേന എന്ന് പറയുന്നത് ബീഹാറിലെ ഭൂസേനയാണ്.
UP-യിൽ അതുണ്ടായിരുന്നു, ഗുജറാത്തിൽ അതുണ്ടായിരുന്നു, ഇന്ത്യക്കകത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ അതുണ്ടായിരുന്നു. ദളിതന്മാരും ആദിവാസികളും അടങ്ങുന്നവർ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ദുരിതത്തിലാണ് ഇന്ത്യയിൽ. ആ ഇന്ത്യയിലെ ദളിത് ആദിവാസികളെ കേരളത്തിൽ പുനഃപ്രവൈനാറിന്റെ സമര കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാതിരുന്ന സവർണ ഹൈന്ദവ സർവാധിപത്യം അവരെ വടക്കേന്ത്യയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇവരൊക്കെ വേണം. പട്ടികജാതിയിലെ ബാബുവും വേണം, പട്ടികജാതിയിലെ മറ്റേയാളും വേണം, SNDP-യുടെ വെള്ളാപ്പള്ളി നടേശനും വേണം. സുകുമാരനാർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞു ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. അയാൾക്ക് അയാളുടെ സീറ്റ് പോകുന്ന ഉറപ്പായി. പിന്നെ 2 എസ്സേ ഉണ്ടാവുള്ളൂ. ഏത്? NSS-ലെ എന്നെ പോകും. NSS RSS-ആയി മാറുമെന്ന് അയാൾക്ക് നല്ലോണം അറിയാം. പിന്നെയുള്ള കസേരയും പോകും, സ്കൂൾ മാനേജ്മെന്റിന്റെ കാശും പോകും, എല്ലാം പോകുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ വേഷം കെട്ടും അഭ്യാസമൊക്കെ വേണ്ട, ഈ അഭ്യാസമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അത് മനസ്സിലായിട്ടില്ല. മനസ്സിലാവേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ SNDP എന്നൊരു സ്വകാര്യ ട്രസ്റ്റാണ്. SNDP എന്ന് പറയുന്ന സെക്രട്ടറി വെള്ളാപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് അളിയൻ സോമൻ, അത് കഴിഞ്ഞ അതിന്റെ മഹിളാ നേതാവ് വെള്ളാപ്പള്ളിയുടെ ഭാര്യ, അതിന്റെ യുവജന വിഭാഗത്തിലെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് തുഷാറിന്റെ ഭാര്യ, അതിന് 3 അസിസ്റ്റന്റ് സെക്രട്ടറിമാർ വെള്ളാപ്പള്ളിയുടെ 3 മരുമക്കൾ, 3 വൈസ് പ്രസിഡന്റുമാർ വെള്ളാപ്പള്ളിയുടെ 1 മരുമകനും പിന്നെ 2 ബന്ധുക്കളും പെങ്ങളുടെ മക്കളും എന്ന് പറഞ്ഞാലോ ഏതാണ്ട് അതിന്റെ ഭാരവാഹികളിൽ 14 ആളുകളും ഇങ്ങനെയാണ്. 14 ആളുകളും ഇങ്ങനെയാണെന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് പ്രഖ്യാപിച്ചൊരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അരുണിമയും ഷോണിമയും ഒന്നും വേണ്ട. പക്ഷെ എവിടേക്കാ പോകുന്നത്? അത് പോകുന്നത് നിർമ്മത നിർദൈവ പ്രസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഈ മതം വിഭാഗം എവിടേക്കാ പോകുന്നത്? ഇത് പോകുന്നത് സാമ്രാജ്യത്തിന്റെ കൊള്ളയിലേക്കാണ്. അതീവ ഗുരുതരമായ വിഷയങ്ങളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈഴവ സമൂഹത്തിനെ കളിയാക്കാൻ പാടില്ല. നമ്മൾ നാരായണ ഗുരുദേവനെയും കളിയാക്കേണ്ട കാര്യമില്ല. അവരെ കളിയാക്കിക്കൊണ്ട് പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും കളിയാക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ EMS-നെ അറിയാണ്ട് അബദ്ധത്തിൽ ചീത്ത പറഞ്ഞു വരും. പക്ഷേ ഒരിക്കലും അബദ്ധത്തിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരൻ ചീത്ത പറയാത്തൊരു പേര് നാരായണ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വളർച്ചയുടെയും ജൈവകമായ വളർച്ചയുടെ ഇടയിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത 2 പേരുകൾ കേരളീയ സമൂഹത്തിലുള്ളത് നാരായണ ഗുരുദേവനും അയ്യങ്കാളിയുമാണ്. അതുകൊണ്ട് ഫ്യൂഡലിസത്തിന്റെ നാശോന്മുഖമായ മണ്ണിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ ചലനാത്മകമാക്ക മണ്ണാക്കി മാറ്റിയ നവോത്ഥാന മണ്ണാക്കി മാറ്റിയത് അവരാണ്. ആ മണ്ണിലാണ് 57-ലെ ഗവൺമെന്റ് വരുന്നത്. അവിടെയാണ് മനുഷ്യന് ആദ്യമായി വിദ്യാഭ്യാസ ബില്ലിലൂടെ എല്ലാവർക്കും പഠിക്കാം. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയില്ല. ജോയി പറഞ്ഞില്ലേ, ഈ VS അച്യുതാനന്ദൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല. പഠിക്കാൻ കഴിവില്ലാഞ്ഞോട്ടല്ല, പഠിക്കാൻ പറ്റിയില്ല. അന്ന് പുന്നപ്ര സ്കൂള് സവർണാധിപത്യത്തിന്റെ മാനേജ്മെന്റ് ആയിരുന്നു. ഇന്നങ്ങനെയല്ല. അവിടുത്തെ മാനേജ്മെന്റ് അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു പോണ്ടറ, നമുക്ക് തൈപ്പടയിൽ പോവാന്ന് പറഞ്ഞു. അനിയൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അവിടെ തല്ലുകൊള്ളെന്ന് പറഞ്ഞു. ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ അരഞ്ഞാണം കൊണ്ടുപോകാൻ പറഞ്ഞു. അരഞ്ഞാണം എന്ന് പറയുന്നത് വലിയ അരഞ്ഞാണമാണ്. അടി കൂടുതൽ കിട്ടിയ പിന്നിൽ വീശിയിട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അടി കൂടുതൽ കിട്ടി പുള്ളി അരഞ്ഞാണം കൊണ്ട് വീശി പ്രാണം കൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് പഠിക്കാൻ അവകാശമില്ല. ഈ പാവപ്പെട്ടവർക്ക് പഠിക്കാൻ അവകാശമില്ലാത്ത കാലത്താണ് 57-ലെ ഗവൺമെന്റ് വരുന്നത്. 57-ലെ ഗവൺമെന്റാണ് സാർവത്രികവും സൗജന്യമായി വിദ്യാഭ്യാസം പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി എന്തുണ്ടായി? പിള്ളേര് പഠിക്കാൻ തുടങ്ങി. ആദ്യം പിള്ളേര് വിട്ടില്ല. തമ്പുരാക്കന്മാർ പറഞ്ഞു ഇവൻ വലിയ പാർട്ടിക്കിരിയും കളക്ടറും ആകുമ്പോൾ കൊച്ചക്കന്റെ ചെക്കൻ, അയ്യപ്പന്റെ ചെക്കൻ ഇപ്പോൾ ഡോക്ടറാവാനല്ലേ പോളൂ. നീ പശുവിനെ നോക്കിയാൽ മതി, നീ തൊഴുത്ത് കടിച്ചാൽ മതി. നിങ്ങളുടെ തൊഴുത്ത് കടിച്ചു വാരുന്നവർ നിങ്ങളുടെ മറ്റേ കവി പാടുന്ന മറ്റേ വൈദ്യുതി പാടുന്ന പോലെ നീ ഇത് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട പ്രഖ്യാപിച്ചു. പക്ഷെ പതുക്കെ സ്കൂളിൽ അധ്യാപകന്മാര് വന്നു, ഗവൺമെന്റ് അധ്യാപകന്മാര് അയ്യപ്പന്റെ വീടാണോ വെച്ചു. അതേ കൊച്ചുങ്ങൾ വല്ലവരുണ്ടോ? ഉണ്ട്. എവിടെയാ? അവർ തമ്പുരാന്റെ വീട്ടിൽ തേങ്ങ പറിക്കെടുക്കാൻ പോയി. ഒന്ന് കാണണമല്ലോ. തമ്പുരാൻ പറഞ്ഞു ഇവിടെ കയറി ഒന്ന് കാണാൻ പാടില്ല. അവസാനം അധ്യാപകരോട് ഞങ്ങൾ ഗവൺമെന്റ് അധ്യാപകരാണ്. ചെന്നു കണ്ടു. എന്താ പേര്? കണ്ടങ്കോരെന്നാണ്. ഒരു ചെറിയ വള്ളി ഒരു ടർസർ പോലത്തെ ഇട്ട് നിൽക്കുക.
നാളെ മുതൽ സ്കൂളിൽ വരണം. തമ്പുരാൻ പറഞ്ഞു സ്കൂളിൽ വരാൻ പറ്റൂല, സ്കൂളിൽ വരണമെന്ന് ഗവൺമെന്റ് നിലപാടാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോയി. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛന്മാര് ഇന്റർവെൽ സമയത്ത് കൊച്ചിനെടുത്തുകൊണ്ട് റാഞ്ചും ഹൈജാക്കിയും. അങ്ങനെ അവസാനം നിർബന്ധിച്ച് പോലീസിനെയൊക്കെ പേടിപ്പിച്ച് നിർത്തി കുട്ടിയെ പഠിപ്പിച്ച് 8ാം ക്ലാസ് പഠിച്ചപ്പോൾ നിർത്തിയവരുണ്ട്, 9ാം ക്ലാസ് പഠിച്ചപ്പോൾ നിർത്തിയവരുണ്ട്, 10ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായവരുണ്ട്. അങ്ങനെ പാസ്സായവർക്ക് സംവരണം കൂടി വന്നതോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി സംവരണം നടപ്പിലാക്കുന്ന എവിടെയാ? കേരളത്തിലാണ്. ഭരണഘടനാപരമായി സംവരണം EMS ഉണ്ടാക്കിയതല്ല, പക്ഷെ ഭരണഘടനാപരമായി സംവരണം നടപ്പിലാക്കില്ല. ആ സംവരണം നടപ്പിലാക്കിയോടുകൂടി ഇവർ റിസർവേഷൻ വന്നതോടുകൂടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ ചെറിയ ജോലിയായി. അവൻ മറ്റേ ക്ലർക്കായി. 10ാം ക്ലാസ് പാസ്സായവൻ യൂണിറ്റ് ക്ലർക്കായി. ചിലവർ സ്കൂളിലും അവന്റെ അധ്യാപകരായി. ചിലവരങ്ങനെ പഠിക്കാൻ തുടങ്ങി. തന്റെ സമൂഹത്തിൽ പഠിക്കുന്ന കുറെ ആളുകൾ പഠിച്ച് മിടുക്കന്മാരായി കണ്ടതോടുകൂടി ആ പട്ടികജാതി ഈഴവ പിന്നോക്ക സമൂഹത്തിലെ ആളുകൾക്ക് ഇത് കാണാൻ കഴിഞ്ഞു. ആ കണ്ടങ്കോറിന്റെ മോൻ കൊച്ചങ്കരൻ സ്കൂളിൽ ജോലി അധ്യാപകനായി. അപ്പൊ പഠിക്കാൻ തുടങ്ങി. എല്ലാവരും പഠിക്കാൻ തുടങ്ങിയോടുകൂടി എല്ലാവർക്കും ജോലിയാവാൻ തുടങ്ങി. വീടിന്റെ കൂട് എന്ന് പറയും. ഇപ്പൊ ആൾക്കാർ പറയും പട്ടികജാതിക്കാരെ പ്രകടനത്തിൽ കൊണ്ടുപോവാം. കുറച്ച് ഞങ്ങൾ പ്രകടനത്തിൽ കൊണ്ടുപോകും, അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ അവകാശം അവന്റെ അവകാശമാണ്. പട്ടികജാതി ഈഴവ വിഭാഗങ്ങളുടെ പഴയ കാലങ്ങളിൽ ഇന്നെന്താ കമ്മ്യൂണിസ്റ്റുകാരോട് കൊണ്ടുപോയി ഇന്ന് അവിടെ പോകേണ്ട കാര്യമില്ല, അവരെയൊക്കെ ഞങ്ങൾ പ്രാപ്തിയുള്ളവരാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് പോയിരുന്നു. വീടില്ലാത്ത സമയത്ത്, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സമയത്ത്, വീട്ടിൽ കഞ്ഞിയില്ലാതെ അച്ഛൻ മരിച്ച് കരയുന്ന കുഞ്ഞുങ്ങളുടെ സമയത്ത് അവന്റെ മൂത്രമൊഴിച്ച പായയിൽ കിടന്നുറങ്ങിയാണ് ഞങ്ങൾ ഒളിവ് ജീവിതം നടത്തിയത്. അവന്റെ ഉണക്കമീൻ ചുട്ടതും മറ്റേ കിഴങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ആയിരുന്നു ഞങ്ങളുടെ പ്രധാന ഭക്ഷണം. അവന്റെ വീട്ടിലൊന്ന് പൗഡറില്ല, അവന്റെ വീട്ടിൽ കിടക്കയില്ല, അവന്റെ വീട്ടിൽ കസേരയില്ല, അവന്റെ വീട്ടിൽ ആട്ടിക്കട്ടലില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. അന്ന് ഞങ്ങൾ അവിടെയായിരുന്നു. അങ്ങനെയാ അവനാണ് ഞങ്ങൾ സംരക്ഷിച്ചത്. ഇന്ന് അവന്റെ വീട്ടിൽ എല്ലാ സൗകര്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് പോകാൻ എളുപ്പമാണ്. രാഗി കെട്ടാം, ചേട്ടനാവാം. രാഗിയുടെ കെട്ടോട് ചേട്ടനാവാണ്. ആങ്ങളെ എല്ലാവരും ആണവന്മാർ. ഒരു സമൂഹത്തിൽ ഇഷ്ടമേറെ ആണവന്മാരോ? നമ്മുടെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് 57 വിദ്യാഭ്യാസ ബില്ലിന്റെ പ്രകാരമായി കേരളീയ സമൂഹം വളർന്നു. തന്റെ പ്രായമായ അച്ഛൻ കീറപ്പായ മാറ്റി മകനൊരു ചെറിയ കട്ടിൽ മേടിച്ചു. തന്റെ കല്യാണം കഴിച്ചപ്പോൾ വേറൊരു കട്ടിൽ മേടിച്ചു. പായയിൽ കിടന്നവൻ കിടക്കാൻ തുടങ്ങി. റേഡിയോ മേടിച്ചവൻ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മേടിക്കാൻ തുടങ്ങി. ഒരു ചാരുകസേര മേടിക്കാൻ തുടങ്ങി. കുട്ടികൾക്കൊരു മേശ മേടിക്കാൻ തുടങ്ങി. കുട്ടികൾ പുസ്തകം മേടിക്കാൻ തുടങ്ങി. വളരാൻ തുടങ്ങി, വികസിക്കാൻ തുടങ്ങി. കേരളം അതിവേഗതയിൽ മാറുവാൻ തുടങ്ങി. അങ്ങനെയാ മാറിയത്. അതാണ് നവോത്ഥാന പ്രക്രിയയുടെ 2ാം ഘട്ടം. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് സമൂഹം പഠിക്കണ്ടേ? ഇപ്പൊ പതുക്കെ ഇങ്ങനെ പോവാണ്. ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാത്തതെന്ന് വെച്ചാൽ കോൺഗ്രസിനെ കുറ്റം പറയേണ്ട സമയമല്ല. അതൊരു പരിവായി എന്ന് പറയുന്നത് 46 ആളാണ്. 56 കളിക്കാനുള്ള സ്ഥാനം പോലും ഇല്ല. നിങ്ങളോ നമ്മളിപ്പോ അത്ര വലിയതൊന്നും ആയിരുന്നില്ലല്ലോ. 112 കളിക്കേണ്ട 56 കളിക്കാനുള്ള സാധനമില്ലാതെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്നാലും വലിയ വെല്ലുവിളികളാണ്. പക്ഷെ ഇന്ത്യയെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാക്കുന്നത് നിങ്ങളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നയം പൊളിച്ചവരാണ് നിങ്ങൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നയം പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഉദിച്ച സൂര്യനെ പോലെ നിൽക്കേണ്ടവരാണ്. മതനിരപേക്ഷതയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിരുന്നത്. മതം നിരപേക്ഷത, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമല്ലാത്തതാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കുക. ചുറ്റുവിളക്ക് നടത്താം, നിർമ്മാല നടത്താം, നൊവേന നടത്താം, ബൈബിൾ കൺവെൻഷൻ നടത്താം, പ്രാർത്ഥിപ്പ് നടത്താം, മൗലൂദ് നടത്താം, അതേമാതിരി ലബീഞ്ഞ് നടത്താം, കരിസ്മാറ്റിക് ഗാനം നടത്താം. നിങ്ങൾക്ക് എന്തും നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷെയോ നിങ്ങൾക്ക് നടത്താനുള്ള അവകാശം പോലെ നടത്താതിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ആചാരം നടത്താം, പക്ഷേ മറ്റാചാരങ്ങളുടെ മേൽ കൊള്ളാതിരിക്കാൻ നോക്കണം. ഇതാണ് മതേതരത്വം. കമ്മ്യൂണിസ്റ്റുകാരായ പുരോഗമനകാരികൾ 3 കാര്യങ്ങളാണ് പിൻബലം കൊടുക്കേണ്ടത്. ഒന്ന്, നിസ്വവർഗ പക്ഷപാതികളാകും. നിസ്വവർഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ, പുറമ്പോക്കിലേക്ക് എറിയപ്പെടുന്നവൻ.
വീതി കൂടിയ റോഡുണ്ടാക്കുമ്പോൾ പൊളിച്ചു മാറ്റപ്പെട്ട വീടിൽ നിന്ന് വീടിന് കാശ് പോലും കിട്ടാതെ പുറമ്പോക്കിൽ എറിയപ്പെടുന്നവൻ, വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോകേണ്ടി വരുന്നവൻ, വലിയ വിമാനത്താവളങ്ങളിൽ വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോകേണ്ടി വരുന്നവൻ, ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഓടിപ്പോകേണ്ടി വരുന്നവൻ, വിലക്കയറ്റം കൊണ്ട് വീർപ്പുമുട്ടുന്നവൻ, കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാത്തവൻ, ചായക്കടയിലും ഹോട്ടലുകളിലുമെല്ലാം പ്രിയപ്പെട്ടവരെ ശ്വാസനിശ്വാസങ്ങളിൽ നിർത്താൻ കഴിയാതെ, മര്യാദയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോലും കഴിയാതെ സാരി വലിച്ചു മുറുക്കി പണിയെടുക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെന്നവർ അവരാണ് ഇഷ്ടവർക്കും. മര്യാദയ്ക്കൊന്നും മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോലില്ല, വലിയ ഫാബ്രിക്സിൽ പോലും. നിങ്ങൾ കണ്ടില്ലേ ആലപ്പുഴയിലെ ഫാബ്രിക്സുകാർ പറഞ്ഞത്? തലവേദനയും പനിയും വന്ന ആശുപത്രി പോകാൻ പാടില്ല, ഞങ്ങൾ ഗുളിക തരും, ഞങ്ങൾ ഗുളിക കഴിച്ചാൽ ആ ഗുളിക കഴിച്ചുകൊണ്ട് നിങ്ങൾ പണിയെടുക്കണം. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മഹാഭാവങ്ങൾ ഈ കേരളത്തിലുണ്ട്. 100 രൂപ പോലും വരുമാനമില്ലാതെ ഓണത്തെ കരയുന്ന കയർത്തൊഴിലാളിയുണ്ട് കേരളത്തിൽ. 30% വരുന്ന കേരളത്തിൽ ഇപ്പോഴും പ്രിയപ്പെട്ടവരെ അവർക്ക് ഇപ്പോഴും മര്യാദയ്ക്ക് വീടില്ലാത്തവരാണ്, കശുപടി തൊഴിലാളിക്ക് പണിയില്ലാത്തവരാണ്. മത്സ്യത്തൊഴിലാളികൾ അവന്റെ മേഖലയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറയ്ക്കും വീട് വെച്ച് പോകണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. കേരളീയ സമൂഹം വലുതായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ആണോ? നിങ്ങളുടെ വീട്ടിൽ കാർ മേടിച്ചാൽ നിങ്ങൾ പറയും എല്ലാവർക്കും കാറുണ്ട്, നമ്മൾ മേടിച്ചതിനെ ന്യായീകരിക്കാനത്. നിങ്ങളുടെ വീട്ടിൽ AC ആക്കിയാൽ പറയാണ് ഈ ചൂടത്ത് ആർക്കും AC ആക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ AC വെച്ചതിന് ന്യായീകരിക്കാനാണ്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുകയാണ്. കേരളത്തിൽ പ്രിയപ്പെട്ടവരെ 100 രൂപ വരുമാനമില്ലാത്ത ആളുകൾ അടങ്ങുന്നവരുടെ പേരാണ് നിസ്വവർഗം. ആ നിസ്വവർഗ പക്ഷപാതികളാകണം പുരോഗമനകാരി. നമ്പർ 1. നമ്പർ 2, അവൻ 22 ക്യാരറ്റ് മതനിരപേക്ഷവാദിയാവണം. നമ്പർ 3, അവൻ പുരോഗമനകാരിയാകണം, ശാസ്ത്രപക്ഷത്ത് നിൽക്കുന്നവനാകണം, ശാസ്ത്രീയ വികാരമുള്ളവനാകണം, പരിസ്ഥിതിയുമായി ഏറ്റുമുട്ടുന്നവനാകരുത്. പരിസ്ഥിതിയെ തകർക്കുന്നവരെ ചുറ്റിക്കാണിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവനാകണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പുരോഗമനകാരികൾ എന്ന് പറയുന്നവർ ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏത് പുരോഗമനകാരിയായാലും ഈ 4 കാര്യങ്ങളിൽ ചാഞ്ചാട്ടം പറ്റില്ല. ഈ 4 കാര്യങ്ങളിൽ ചാഞ്ചാട്ടമില്ലാതെ നിലപാട് സ്വീകരിച്ചാൽ മതനിരപേക്ഷത ഈ കേരളത്തിലെ മതനിരപേക്ഷ തകർക്കുകയാണ്. ചിലയിടത്ത് സ്വാമിമാര് വന്നിട്ട് ഒരു സ്ഥലത്ത് അച്ചാറ് സ്വാമി, ഒരു വെറ്റിഷേഡിൽ ഒരാൾ വന്നിരിക്കുകയാണ്, ഒരു മെന്റൽ രോഗി. അയാൾക്കൊരാൾ അച്ചാറ് കൊണ്ടുപോയി കൊടുത്തോ, അത് കുടിച്ചു. അപ്പൊ എന്തോ അയാൾ പറഞ്ഞ കാര്യം ശരിയായി. അപ്പൊ ആൾ അച്ചാറ് കുടിക്കണം സ്വാമി. പൂജയായി, വെറ്റിഷേഡ് അമ്പലായി, പൂജയോട് പൂജ, സായംപത, പഞ്ചവാദ്യം, ഗാനമേള. അയാൾ നമുക്ക് 100 കൊല്ലം. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇയാളുടെ അമ്മയും ഇല്ല ഭാര്യയും മോനും കൂടി അന്വേഷിച്ചു വന്നപ്പോൾ മെന്റൽ ആശുപത്രിയിൽ ചാടിപ്പോന്നാവാം. ആ ഓടി വന്നപ്പോൾ ഒരാൾ ഇരിക്കുന്ന ദൈവമായിട്ട് പൂജയായിട്ട് നിൽക്കുകയാണ്. ആരാ? അച്ചാറ് സാബ്, കോഴിക്കോട്. അയാളെ കൊണ്ടുപോയി. ഇവിടെ എന്തെല്ലാം നടക്കുന്നു കേരളത്തിൽ? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ അവിടെ ഉണ്ടാകുന്നത്? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! നമ്മുടെ വീടുകളെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ഗോപുരങ്ങളായി മാറുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, പതുക്കെ പതുക്കെ കേരളത്തിലേക്ക് ഹൈന്ദവ സവർണ വർഗീയത, ഹൈന്ദവനല്ല സവർണ ഹൈന്ദവ വർഗീയത വരികയാണ്. ശൂദ്രന് ശൂലം കുത്തിയവർ, ശൂദ്ര ശംഭൂകനെ വെട്ടിക്കൊന്നവർ, ശൂദ്രന് ഇവിടെ ജീവിക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തില് ശൂദ്രന് പോലും ജീവിക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നുവെന്ന് മാറ്റി ഈഴവ പട്ടികജാതി വിഭാഗങ്ങളെ കോർത്തെടുക്കാനുള്ള പരിശ്രമം. അവരെ കോർത്തെടുക്കുക. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ 2 മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് തോൽപ്പിക്കാം, അല്ലെങ്കിൽ CPI കിട്ടുന്ന വോട്ട് തോൽപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഗമനകാരിയായി സ്വതന്ത്രന് കിട്ടിയ സീറ്റ് വേണ്ടി തോൽപ്പിക്കാം. വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് വേദനിപ്പിക്കാം, വേണമെങ്കിൽ അവനൊന്ന് വേദനിപ്പിച്ചുകൊണ്ട് മനസ്സിന് സുഖം കിട്ടാം. പഴയ പാഷാണം ഷാജിയുടെ പോലെ എന്ന് പാഷാണം ഷാജി പറയില്ലേ, എന്തിനാണ് ആ സ്കൂളിൽ പോകുന്ന കുട്ടികളെ മുടക്കിയത്? ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് സംഘപരിവാറിന് നേട്ടമല്ല ഉണ്ടാകുന്നത്. ആർക്കാ നേട്ടമുണ്ടാകുന്നത്? സംഘപരിവാറിനോട് നേട്ടമുണ്ടാകുന്നില്ല. ഉണ്ടാകാൻ പോകുന്ന വിനാശകാരിയായ UDF-നാണ്. എവിടെയെങ്കിലും സംഘപരിവാർ ഈ പഞ്ചായത്ത് ഭരിക്കും, മറ്റത്തൂർ പഞ്ചായത്ത് സംഘപരിവാർ ഭരിക്കില്ല. പക്ഷേ സംഘപരിവാറും ജാതി സമൂഹം കൂടി നന്നായി കൈകോർത്താൽ പുരോഗമനകാരികളായ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർ അറിയാതെ വിട്ടുപോയാൽ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഈ ഹൈന്ദവ ഐക്യത്തിന്റെ മറുത്ത മുദ്രാവാക്യത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടാലോ ഒരു സീറ്റ് വേണ്ടി തോൽപ്പിക്കാം, പക്ഷെ ജയിക്കില്ല.
ജയിച്ചില്ലെങ്കിലൊന്ന് കണ്ടാൽ മതി, ഒരാഗ്രഹം. അതുകൊണ്ട് ആരാ ജയിക്കുന്നത്? അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിന്റെ ഈ മലയാളിക്കും അഭിമാനക്ഷതമുണ്ടാക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും TV തോമസിനെയും MM ഗോവിന്ദൻ നായരെയും നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയും VT ഭട്ടതിരിപ്പാടിനെയും പഴശ്ശിരാജയും വേലുത്തമ്പിതളരെയും പ്രസവിച്ച് 10 മാസം ചുവന്ന് അവിടുന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി മുട്ടുകാലിൽ വെച്ച് ഒഴിഞ്ഞും അതേമാതിരി എണ്ണ തേച്ചും കുളിപ്പിച്ച് മലയാളം വളർത്തിയെടുത്ത ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ നെറുകയിൽ നിർത്തിക്കൊണ്ട് ഇതാണ് കേരളം, ഇതാണ് മഹത്തായ മലയാളം, ഇതാണ് ONV കുറിപ്പിന്റെയും വയനാട് രാമവർമ്മയുടെ നാട് എന്ന് നാം അറിയാതെ പറഞ്ഞൊരു കാലമുണ്ടല്ലോ. പോയത് എഴുതി 30% ആളുകളിലും വേറാണ്. എങ്ങനെ ആയത്? 30% വേറെ. എടോ മിസ്റ്റർ ആന്റണി, നിങ്ങൾ ആദർശത്തിന്റെ വർത്താനം പറയരുത്. ഇവിടെ ആരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുടിക്കണമെന്നോ പുരോഗമനാരി കുടിക്കണമെന്നും പറയണില്ല. കുടിക്കുന്നവരൊക്കെ ഞങ്ങളുടെ ഇടയിലുണ്ട്. കുടിക്കുന്നത് മഹാപാപാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കുടിക്കുന്ന സിറ്റുവേഷൻ മാറാതെ കുടിമാറുമെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. ഞങ്ങളാരും കുടിക്കണമെന്ന് വാശി പിടിക്കുന്നവരല്ല. ഞങ്ങളിലൊക്കെ കുടിക്കുന്നവർ, പഴയകാലത്ത് ഞങ്ങളിൽ നല്ലോണം കുടിക്കുന്നവരുണ്ട്. ഈ തോപ്പിൽ വാസിയുടെ ഒളിവിൽ ഓർമ്മകൾ വായിച്ചപ്പോൾ അറിയാം, അതില് കുടങ്ങളിൽ കുടിക്കുന്നവരുണ്ടെന്നാണ്. കുടങ്ങളിൽ ഞങ്ങളിലൊക്കെ അങ്ങനെയാണ്. കുറച്ച് ബീഡി വലിക്കുന്നവരുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ പ്രകടനത്തിൽ വേസ്റ്റുകൾ പങ്കെടുത്തിരുന്നു. അവരെല്ലാം വേസ്റ്റുകളാകാൻ വേണ്ടി വേസ്റ്റുകളായവരല്ലേ. ജീവിക്കാൻ നിർവാഹമില്ലാതെ 2 or 3 മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി അവരുടെ മാനം വിറ്റിരുന്നവരാണ്. അവർ പ്രകടനത്തിൽ വരുന്നതിനൊന്നും ഞങ്ങൾ തടഞ്ഞില്ല, ഇന്നും തടയില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞാലോ, അതാണ് ഞങ്ങൾക്ക് അതിലൊന്നും വലിയ പ്രശ്നമുള്ളവരല്ല. പക്ഷേ ഞാൻ തുറന്നു പറയുന്നു, നിങ്ങൾ ഈ മദ്യപാനത്തെ നിർത്താൻ വേണ്ടി നടത്തിയത് 2 നാടകമാണ്. ആ 2 നാടകത്തിൽ തോറ്റത് പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവരിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ബാർ ജീവനക്കാരുണ്ടായിരുന്നു. കുറെ കോഴിമുട്ട ഓംലെറ്റ് അടിക്കുന്നവരുണ്ടായിരുന്നു. കുറെ പേര് സോഡ വിൽക്കുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം വഴിയാധാരമായി. അങ്ങനെ വഴിയാധാരമായിട്ടും കേരളത്തിൽ കള്ളും ബ്രാൻഡി ഇല്ലാതായെങ്കിൽ കൈയടിച്ച് ഞങ്ങളെ ജീവിക്കുമായിരുന്നു. പക്ഷെ ബ്രാൻഡി കൂടി. ബ്രാൻഡി മാത്രമല്ല, സിഗരറ്റുകളിൽ മയക്കുമരുന്നായി. ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നെല്ലാം 17 18 വയസ്സായ കുട്ടികൾ മയക്കുമരുന്ന് കഴിച്ചത്. സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് മയക്കുമരുന്ന് വിൽപ്പനയാണ്. ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ പേര് പറഞ്ഞ് അടിയന്തരാവസ്ഥ പോലെ സ്കൂളുകളിൽ കടക്കാതെ നോക്കുകയാണ് പോലീസ്. അത്യന്തം അപകടമായി. ആയുർവേദ കടകളിൽ അച്ചാറും കോഴിമുട്ട പുഴുകിയത് നിൽക്കും. ദശമലാക്ഷം നിൽക്കുന്നോടത്ത് അച്ചാറ്. ഞങ്ങൾക്ക് ഇതെന്തോ ആള് വരുമ്പത്തിന് അച്ചാറ് കഴിച്ചു. സംഗതി മറ്റതാണ്. മയക്കുമരുന്ന് കയ്യുമ്മൽ ഒരു തരം പൗഡർ അടിക്കുന്നു ചിലർക്ക്. എനിക്കറിയില്ല എന്താണെന്നത്. അത് മയക്കുമരുന്നാണ്. ഇഞ്ചക്ഷൻ ചെയ്യുന്നു, മയക്കുമരുന്നാണ്. 16, 15, 14 വയസ്സായ കുട്ടികൾ മദ്യപാനത്തിനേക്കാൾ വിപത്തിലേക്ക് പോകുന്നു. പറയാണ് ഒരു നേരം രാജ്യം മുടിഞ്ഞു തകർന്നു. അഭിസാരികയുടെ അഴിഞ്ഞാട്ടമാണ്. ഒരു സ്ത്രീ അവളെ വിവസ്ത്രയായി കുനിഞ്ഞും നിന്നും നിന്ന് മറ്റേ വാട്സപ്പിൽ പടമെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞത് ഞാൻ തന്നെയാണ് കൊടുത്തത്. കേരളത്തിൽ അങ്ങനെ പറയാൻ ധൈര്യമൊക്കെ ചാൻസിലാണ് ലക്ഷ്മി വായു. ഒരു സ്ത്രീ അവളുടെ നഗ്നയായ ശരീരം രാജ്യം മുഴുവൻ പ്രദർശിപ്പിക്കുന്നു. പാറ്റൂരും കടകംപള്ളിയും അടപാടുകൾ നടക്കുന്നു. എല്ലാ സുജലപക്ഷപാതവും നടക്കുന്നു. ടൈറ്റാനിയം അഴിമതി നടക്കുന്നു. എന്ത് അഴിമതി നടത്തിയാലും ഞങ്ങൾ ജയിക്കുമെന്നൊരു അഹങ്കാരം വരുന്നത് ഈ വഴിയാണ്. വിഴിഞ്ഞത്ത് പ്രിയപ്പെട്ടവരെ 7600 കോടി വൃത്തിയുടെ ചെലവിൽ 5000 കോടി ഗവൺമെന്റ് എടുക്കുകയും 2000 കോടി അദാനി എടുക്കുകയും ചെയ്യും. അദാനിക്ക് കിട്ടുന്ന 300 ഏക്കർ ഭൂമി വിറ്റാൽ പണയം വെച്ചാൽ 25,000 കോടി കിട്ടും. ഗവൺമെന്റ് അദാനിക്ക് കൊടുക്കുക, എല്ലാം കൊടുത്ത് കയ്യടിക്കുക. അദാനി എല്ലാവർക്കും കൂടി 500 കോടി കൊടുക്കുക. അഡ്ജസ്റ്റ് ആയിട്ട് 500 കോടിയിൽ 350 കോടി KPCC, ബാക്കിയുള്ള കോടി അപ്പുറത്ത്. 2 പേർക്കും കോടി കിട്ടാൻ ആര് നിൽക്കണം? രാജഗോപാലൻ കാൻഡിഡേറ്റ് ആകണം. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് മാറിയാൽ മരണം വരെ ഞാൻ നിരാഹാരം വിളിക്കും. രാജഗോപാലൻ സാർ പറയുന്നു. എന്താ വിഴിഞ്ഞം തുറമുഖത്ത് അധാരി വരണമെന്ന് രാജഗോപാലൻ സാറിന് നിർബന്ധം? അതാണ് ഇളയപ്പന്റെ വീട്ടിൽ ഊണും വലിയപ്പന്റെ വീട്ടിൽ കൊലയും. നിങ്ങൾ കാണുന്ന പോലെയല്ല രാഷ്ട്രീയം. നിങ്ങൾ കാണുന്ന രാജഗോപാലിനും നിങ്ങൾ കാണുന്ന സുരേന്ദ്രനും ചർച്ചയിൽ വരുന്ന രമേശന്റെയും സൗന്ദര്യമുള്ള മുഖമല്ല സംഘപരിവാറിന്റെ മുഖം.
അതറിയണമെങ്കിൽ അവിടേക്ക് പോകണം, വടക്കേന്ത്യയിൽ പോകണം. സ്വന്തമായി കക്കൂസ പോലും ഇല്ലാത്ത വടക്കേന്ത്യക്കാരോട് ചോദിക്കണം. ഇസ്ലാമുകൾ, പാവപ്പെട്ടവരായ ആളുകൾ, അവരെയാണ് ഈ മുസ്ലിം ലീഗുകാർ പ്രിയപ്പെട്ടവരെ അവരുടെ അനാഥാലയത്തിലേക്ക്, യതീംഖാനയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചുകുഞ്ഞുങ്ങളെ, പശുക്കുഞ്ഞുങ്ങളെ, ആട്ടുകുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവരെ കൊണ്ടുവരിക. ഒറ്റ കുഞ്ഞു പോലും വേറെ മതക്കാരില്ല. കേരളത്തിൽ മുസ്ലിം ലീഗിന് അനാഥാലയം നടത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ അനാഥകളെ കിട്ടാതെ കൊണ്ട് അവർ വിഷമിക്കാൻ. വിശദാ ഒരു അനാഥാലയം കിട്ടാനില്ല, അനാഥ കിട്ടിയാൽ നിർത്തിയാൽ പോരുത്. പറ്റില്ല. അപ്പൊ എന്തോ ലാഭമുണ്ടല്ലേ? എന്തൊക്കെയാ ലാഭം? അതിൽ ലൈംഗിക ലാഭമുണ്ട്, അതിൽ അഴിമതിയുടെ ലാഭമുണ്ട്, അതിൽ ഗവൺമെന്റിൽ നിന്ന് തട്ടിയെടുക്കുന്ന പണത്തിന്റെ ലാഭമുണ്ട്. അനാഥാലയത്തിലെ മറവിൽ കൊണ്ടോട്ടിയിലും തിരുവിലങ്ങാടിയിലും വളാഞ്ചേരിയിലും എല്ലാം നടക്കുന്നത് ഈ നാടകങ്ങളാണ്. അത് അവിടെ നിന്നാണ് വരുന്നത്, വടക്കേന്ത്യയിൽ നിന്നാണ്. അവര് വരുന്നു, അവർക്കനുസരിച്ചും മുസ്ലിം ലീഗിനനുസരിച്ച് നമ്മൾ മാറുമ്പോൾ മറ്റൊന്നാണ് ഇത് ഭൂരിപക്ഷ മതം. പറയില്ലേ, പച്ച സാരി എടുക്കണം, പച്ച ബ്ലൗസ് എടുക്കണം, പച്ച ബോർഡ് വേണം. അത് തന്നെയായ എല്ലാം വൈകിക്കണം. SSLC റിസൾട്ട് വൈകിക്കണം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വൈകിക്കണം, എല്ലാം വൈകിക്കണം. ഒരു പ്രഖ്യാപനം. രണ്ടാമതോ, ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ എല്ലാവരും നോമ്പെടുത്തോളണം, ഞങ്ങൾ വെള്ളിയാഴ്ച കടപൂട്ടിയാൽ എല്ലാവരും കൂട്ടിക്കൊള്ളണം, എല്ലാ മുസ്ലിം സ്ത്രീകളും മുഖം മൂടി പർദ്ദ ധരിച്ചോളണം. പറഞ്ഞോ മറ്റവന് ബുക്കുണ്ടാക്കി കൊടുത്ത്. ഇത് കണ്ടിട്ട് ഭൂരിപക്ഷം മതക്കാരൻ പറയണം, കണ്ടോ അവർ ചെയ്യണ കണ്ടോ. എല്ലാ മുസ്ലിങ്ങളും മഹാവാദികളായിട്ടല്ല. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വരുന്നവരും കടുത്ത പട്ടിണിക്കാരാണ്, സ്വന്തമായി കക്കൂസ് പോലും ഇല്ലാത്തവരാണ്. വടക്കേന്ത്യയിൽ അനാഥകളാണ്, യതീങ്ങളാണ്, പിടിക്കപ്പെട്ടാൽ ഭീകരമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവരാണ്. വടക്കേന്ത്യയിലെ ഏതെങ്കിലും മുസൽമാനെ പിടിച്ചുകൊണ്ടുപോയാൽ അഭിനയ കിട്ടില്ല, ആ രാജ്യദ്രോഹിയെ കേസെടുക്കും. നിങ്ങൾ കാണുന്ന പോലെയല്ല. ഗുജറാത്തിലൊക്കെ എത്രയാളെ കൊന്നത്? 7476 ആളെ കൊന്നുവെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. 17,000 ആളെ മുറിവേൽ വെച്ചു. ആര് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാ? നമ്മുടെ നല്ല നാളിന്റെ ആള്. അദ്ദേഹത്തിന്റെ സ്വന്തം ശിഷ്യനായ മറ്റേ അമിത്ഷയാണ് അന്നത്തെ ആഭ്യന്തരകാര്യ സഹമന്ത്രി. 3 ദിവസം കൊണ്ടാണ് ഇത്രയും ആളുകളെ കൊന്നത്. 3 ദിവസം കൂടി ഇത്രയേറെ ആളുകളെ കൊന്നവർ പറയുന്നു 276 ആളെ കൊന്ന യാക്കൂബ് മേമനെ കൊല്ലണം. യാക്കൂബ് മേമൻ നല്ലവനൊന്നുമല്ല. പക്ഷെ യാക്കൂബ് മേമൻ എന്ന് പറയുന്ന മേമൻ ടൈഗർ മേമന്റെ അനിയനാണ്. ടൈഗർ മേമനും യാക്കൂബ് മേമനും അടങ്ങുന്നവർ ഇങ്ങനെയാകുന്നത് ബോംബെ കലാപത്തോടുകൂടിയാണ്. സിറ്റുവേഷന്റെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഉമ്മയോട് ടൈഗർ മേമൻ വിളിച്ചു പറഞ്ഞത്, ഇതിനും ഞാൻ പകരം വീട്ടും. ഉമ്മ പറഞ്ഞു, ഒന്ന് നഷ്ടപ്പെട്ടു, ഇനി പകരം വീട്ടിലൊന്നും വേണ്ട, മനുഷ്യരായി ജീവിക്കണം. ഇവിടെ എന്തെല്ലാം പ്രചാരമാണ് നടക്കുന്നത്? ഇവിടെ വിശുദ്ധ പുരുഷത്താർ പ്രസംഗിക്കുന്നത് ഹരിജനങ്ങൾക്ക് 400 രൂപ സ്റ്റൈഫൻഡ്, മുസ്ലിങ്ങൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ്. പെട്ടെന്ന് കൈ ക്ലിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഹരിജനങ്ങൾക്ക് 12 മാസം സ്റ്റൈഫൻഡും മുസ്ലിങ്ങൾക്ക് കൊല്ലത്തിലൊരിക്കലുമാണ് സ്റ്റൈഫൻഡ്. 1000 രൂപ അവന് കൊല്ലത്തിലൊരിക്കൽ. 14 48 4800 രൂപ ഹരിജന്. രമേശൻ കോൺട്രാക്ടറും മോൻ ബിജു രമേശിന്റെ മോള് പഠിച്ചത് സംവരണാടിസ്ഥാനത്തിൽ, റിസർവേഷൻ അടിസ്ഥാനത്തിലാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ സംഘപരിവാറിന്റെ ഇടയിലേക്ക് ഇവരെല്ലാം കൊണ്ടുവരികയാണ്. ഞാൻ യാക്കൂബ് മേമനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ യാക്കൂബ് മേമൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. പക്ഷെ യാക്കൂബ് മേമന്റെ വിധിന്യായത്തില് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റങ്ങൾ എന്താ? ദാവൂദ് ഇബ്രാഹിമും ടൈഗർ മേമനും അടക്കുന്ന ആളുകൾ ബോംബെ സ്ഫോടനം നടത്താൻ തീരുമാനിച്ച ഗൂഢാലോചനയിൽ അറിഞ്ഞിട്ടും ഗവൺമെന്റിനെ അറിയിക്കാതെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് കുറ്റം. ഇതേ കുറ്റമാണ് ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്കെതിരായുള്ള കുറ്റം. ഇതേ വാക്ക്, ഇതേ ഫ്രേസ്, ഇതേ മറ്റേ കുറ്റം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞത്? എന്താ അതേ യാക്കൂബ് മേമൻ മാത്രം ശിക്ഷിക്കപ്പെട്ടു? ഒന്നാമത്തെ തൂക്കിക്കൊല്ലാന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. മനുഷ്യാവകാശ വിവരമുള്ള ഒരാളും ഒരു ലോകത്തും ഈ തൂക്കിക്കൊല അംഗീകരിക്കില്ല. ലോകത്ത് 146 രാജ്യങ്ങൾ ഇനി തൂക്കിക്കൊല വേണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൂക്കിക്കൊലയില്ല. ഈ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിൽ ഒരു പ്രതിയെ കുറിച്ച് ജഡ്ജി പറഞ്ഞത് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടതാണ്. എന്നാൽ ആധുനിക സമൂഹത്തിൽ തൂക്കിക്കൊല പാടില്ല എന്നതുകൊണ്ടാണ് ജീവപര്യന്തമാക്കിയത്.
പക്ഷെ യാക്കൂബ് മേമനെ കൊല്ലാൻ വേണ്ടി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാത്രി രാഷ്ട്രപതിയെ പോയി കണ്ടു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, നാളെ തന്നെ ഒന്ന് കൊണ്ടുവരണം. അയാൾ പറഞ്ഞാൽ നാളെ നമ്മുടെ മുൻ പ്രസിഡന്റിന്റെ ശവസംസ്കാരം നടക്കുന്ന ദിവസമാണ്, മറ്റന്നേ ആയിക്കൂടെ? ഇത്ര ധൃതിയാണ് കേരളത്തിൽ ഇന്ത്യക്ക്. യാക്കൂബ് മേമനും ഈ 3 പതിറ്റാണ്ടിനുള്ളിൽ യാക്കൂബ് മേമൻ, അഫ്സൽ ഗുരു, പാകിസ്ഥാനിൽ വന്ന 3 പയ്യന്മാരകുന്ന ആളുകളെ തൂക്കിലേറ്റിയില്ല ഇന്ത്യ. ഞാൻ ചോദിക്കുന്നു, കടുത്ത തീവ്രവാദത്തിൽപ്പെട്ട 23 ആളുകൾ, സവർണ ഹൈന്ദവ തീവ്രവാദികൾ 23 ആളുകൾ പല കാരണങ്ങളാൽ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരാളെ ഒന്ന് ശിക്ഷിക്കാൻ നിർബന്ധിക്കാത്തതെന്താ? എന്താ നിർബന്ധിക്കാത്തത്? അപ്പോ സംഘപരിവാറിന്റെ സവർണാധിപത്യം നിയമത്തിലേക്ക് കടക്കുന്നു, നീതിശാസ്ത്രത്തിലേക്ക് കടക്കുന്നു, ഭരണകൂടത്തിലേക്ക് കടക്കുന്നു. നിയമത്തിലും നീതിയിലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും പതുക്കെ പതുക്കെ സംഘപരിവാർ പിടിമുറുക്കുന്നു. നാളെ സംഘപരിവാർ പറയാൻ പോകുന്നു, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ ഇനി വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം മതിയെന്ന് പറയാൻ പോവാണ്. നാം അറിയാതെ ഇപ്പോഴും തലകുടിച്ചു നിൽക്കും. നമ്മുടെ നവോത്ഥാന പോരാട്ടവും പ്രക്രിയയുമെല്ലാം തകർന്നടിയും. നാം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ നന്മകളും ഛിന്ന ഭിന്നമാകും. ഇതിനെ നേരിടണ്ടേ? ദുശ്രവണങ്ങളാം ശബ്ദങ്ങൾ, ദുസ്സഹ ദൃശ്യങ്ങൾ, എത്രയോ ദൈന്യ ദുരന്തങ്ങൾ പിന്നിട്ട് പോന്നവർന്ന കൊടുങ്കാട്ടിലെ പർണകുടീരത്തിലും സ്വച്ഛശാന്തമായി ഉറങ്ങീലയോ ഭൂമി തന്നന്തി കവി പാടി. എത്ര ദുശ്രവണങ്ങളായ ശബ്ദങ്ങൾ, ദുസ്സഹ ദൃശ്യങ്ങൾ കണ്ടവരാണ് ഈ കേരളം. ഈ കേരളീയ സമൂഹത്തിന് ഈ 1ാം ഘട്ടത്തിലെ നവോത്ഥാനവും 2ാം ഘട്ടത്തിലെ നവോത്ഥാനവും വിശദീകരിക്കപ്പെടുമ്പോൾ 2ാം ഘട്ടത്തിലെ നവോത്ഥാന പ്രവർത്തകരുടെയും പ്രക്രിയ നടപ്പിലാക്കുന്ന പ്രവർത്തകരുടെയും ഉത്തരവാദിത്തം എന്താ? അന്ധവിശ്വാസങ്ങൾ എതിർക്കലാണ്. നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾ എതിർക്കാതെ 2ാം ഘട്ടം നവോത്ഥാനം തന്റെ വീട്ടിൽ എല്ലാത്തരം അന്ധവിശ്വാസം പ്രവർത്തിച്ച് നമ്മൾ പറയാണ് നാളെ നവോത്ഥാന സദസ്സിൽ പ്രസംഗിക്കേണ്ടത്. മതനിരപേക്ഷതയ്ക്ക് പകരം എല്ലാ വർഗീയതയും ചെറുക്കും. ക്രിസ്തു മതവർഗീയതനെ അതിനെ ചെറുക്കണം. അച്ഛൻ പറഞ്ഞില്ലേ, പ്രേമം പാടില്ല. എന്റെ അച്ഛൻ പ്രേമം സിനിമയല്ല, പ്രേമിക്കാൻ പാടില്ല ക്രിസ്ത്യൻ ചെറുപ്പക്കാർ. ഹൈക്കോടതി ഉത്തരവിട്ട പോലെയാണ്. എറണാകുളം ടൗണിൽ കൊതുക് കടിക്കാൻ പാടില്ല. കൊതുക് പറഞ്ഞു എന്ന് മുതൽ അച്ഛൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അച്ഛൻ ഈ കാര്യങ്ങൾ പോലും മനസ്സിലാവും. ഇത് സമൂഹത്തിലെ ജൈവബോധമാണ്. അനുരാഗവും പ്രണയവും ഒക്കെ ജൈവബോധമാണ്. ആ ജൈവബോധം വഷളാകുമ്പോഴാണ് തടുക്കേണ്ടത്. അച്ഛൻ പറഞ്ഞു, ഇനി പ്രണയിച്ചാൽ കുഴപ്പം അവരെ SNDP ചേരുന്നു. അതെങ്ങനെയാ പ്രണയിച്ചവരൊക്കെ SNDP ചേരുന്നത്? ഞാനിതിനൊന്നും പറയുന്നത്, ചില അച്ഛന്മാരെ വിശദീകരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ അച്ഛന്മാരുടെ കോളിൽ ഒതുങ്ങണം. എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തീരുമാനിക്കരുത്. എല്ലാത്തിന്റെയും വിവരം ഞങ്ങൾക്കാണെന്ന് പ്രഖ്യാപിക്കരുത്. രാഷ്ട്രീയക്കാർക്ക് ഒരു പാടില്ല, എനിക്കും പാടില്ല. നമ്മളിപ്പോ കല്യാണം കഴിക്കാത്ത ആളുകൾ കല്യാണം കഴിച്ചങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന കാലമല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുക അല്ല പറയാണ് എങ്ങനെയൊക്കെയാണ് കല്യാണം കഴിച്ചാൽ ജീവിക്കേണ്ടത്. ഭാര്യ ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഏങ്കോണിപ്പും കൈകാര്യം ചെയ്ത് അവസാനമോ ഭൂരിപക്ഷം മതത്തിനെ വളർന്ന് പന്തലിച്ച് കാളശബ്ദമാകുവാൻ കഴിയാണ്. ചന്ദന മരം പോലെകുന്ന SNDPയുടെ മുകളിലേക്ക് പാമ്പ് കയറുക. ചന്ദനമരാണ് SNDP. അതിന്റെ അടുത്തേക്കൂടെ മഴ മണമുണ്ടാവും. തലപ്പത്ത് പാമ്പിന് ചീറ്റാൻ എന്താ സൗകര്യം കിട്ടുന്നത്? ഈ മുസ്ലിം വർഗീയതയാണ്. മുഖം മൂടി പർദ്ദ ധരിക്കുന്നത് അള്ളാഹുവിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആന് പകരം മുഖം മൂടി പർദ്ദ ധരിക്കുന്ന ഫാഷനായിക്കൊണ്ട് നടക്കുന്നത് എവിടെ? പുരോഗമനകാരുടെ വീട്ടിലും. എങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ ഒറ്റ മാർഗീയമുള്ളൂ. സത്യസന്ധമായ രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനം, സത്യസന്ധമായ മതനിരപേക്ഷ രാഷ്ട്രീയം, സത്യസന്ധമായ നിസ്സവർഗ പക്ഷപാതിത്വം, സത്യസന്ധമായ എല്ലാ വർഗീയതയും ചെറുക്കാനുള്ള ഊക്കും. നിങ്ങൾക്കറിയാം, ഒരു 100 കൊല്ലം മുമ്പ് എതിർത്തവരാണ് ഇവർ. ഇന്ത്യ കേരളത്തിൽ 100 കൊല്ലം മുമ്പ് എല്ലാ വർഗീയരും എതിർത്തുണ്ട് കേരളത്തിൽ. അവനവൻ ആത്മസുഖത്തിനാചരിപ്പൂ, അയവരന്റെ സുഖത്തിനായി വരണം. നീ നിന്റെ ആത്മസുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവന്റെ സുഖത്തിനായി വരണം എന്ന് പറഞ്ഞതാണ് കേരളം.
ജാതി മേധാവിത്വത്തിനെതിരായി പോരാടിയവരാണ് കേരളം. ആ കേരളത്തിൽ ഒരു പുതിയ തലമുറ ഈ നവോത്ഥാന പോരാട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേതൃത്വം കൊടുത്താൽ അന്ധവിശ്വാസ വിരുദ്ധവും ഗ്ലോബലൈസേഷനെതിരായും കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും കോർപ്പറേറ്റ് നിലപാടുകൾക്കെതിരായുമുള്ള പോരാട്ടങ്ങൾക്ക് കൂടി നിങ്ങൾ ഇടം കണ്ടെത്തണം. ആ ഇടം കണ്ടെത്തലിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിന്റെ തടവറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായി മാറും. എവിടെയോ വെച്ച് കണ്ടതാണ് ഈ മുഖം, എപ്പോഴാണ് ഓർമ്മ കിട്ടുന്നില്ല. കൊടിയ വേനലിൻ പാതയിൽ യൗവനം കൊടിപിടിച്ച ദിനങ്ങളിലാകണം. തെരുവുതോറും ചരിത്രം നിണം കൊണ്ട് ചുവരെടുത്ത് നടത്തുമ്പോഴാകണം. ഒരു സഖാവുമായി അന്നത്തെ രാത്രിയിൽ കയറി വന്ന പെൺകുട്ടിയിലാകണം. എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒരു സഖാവുമായി അന്നത്തെ ഒളിവിൽ താമസിക്കുമ്പോൾ രാത്രിയിൽ വന്ന സഹോദരിയായ സഖാവിനാണോ എന്റെ ഓർമ്മ? തെരുവുതോറും ചരിത്രം നിണം കൊണ്ട് ചുവരെടുത്ത് നടത്തുമ്പോഴാണോ എന്റെ ഓർമ്മ? എവിടെയെങ്കിലും ഒരു ഓർമ്മ വേണം. ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെല്ലാം. ഓർമ്മകളിൽ ഉണ്ടായിരിക്കണമെല്ലാം. ആ ഓർമ്മകൾ വിശ്വമാനവികതയുടെ ചരിത്രം എഴുതുന്ന ഓർമ്മകളാകണം. വിശ്വമാനവികത ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന കുട പോലെ, ലോകമെമ്പാടും വിരിഞ്ഞു നിൽക്കുന്ന സംഗീതം പോലെ, ലോകത്തെ എല്ലാ നന്മകളിലേക്കും പരന്നൊഴുകുന്ന കടൽ പോലെ, ലോകത്ത് വീശിയെടുക്കുന്ന കൊടുങ്കാറ്റ് പോലെ, എല്ലാ അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിന്റെ മാരടം തുളച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ശരിയായ നിലപാട് പോലെ സത്യസന്ധമായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. സത്യസന്ധവും നീതിനിഷ്ഠവുമായ ഒരു സാമൂഹ്യ പ്രവർത്തനം. ആ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ നേര് എന്ന പേരിൽ അറിയുന്ന ഈ യുവജന സംഘടനയ്ക്ക് ഇവിടെ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടവരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. അഭിവാദിക്കുന്നു.